ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുളിഫിറോസും സജിനയും തമ്മിലുള്ള കോൺട്രവേഴ്സിയുടെ ആദ്യ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഭാഗം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഗർഭിണിയാണെന്നും എന്നാൽ ആ പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് പറഞ്ഞ സജന പിന്നെ ഫിറോസിനെ വിളിച്ച് നമ്മളുടെ ജീവിതത്തിനിടയ്ക്ക് വന്ന വ്യക്തി റസൂൽ പൂക്കുട്ടി അല്ല എന്ന് പറയുന്നതും ഫിറോസ് പറഞ്ഞത് നടക്കത്തില്ലെന്ന് പറയുന്നതും, അത് കഴിഞ്ഞ് സജിന തന്നെ ലൈവിൽ വന്ന് ജനങ്ങളോട് ഇതൊക്കെ വിളിച്ചു പറയുന്നതുമാണ് ഫിറോസ് പറഞ്ഞത്. എന്നാൽ അതിനുള്ള മറ്റു ചില തെളിവുകൾ കൂടി ഈ വീഡിയോയിൽ ഫിറോസ് നിരത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇത് വീണ്ടും ഈ വാർത്തകൾ, അതായത് റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള സജനയുടെ വാർത്തകൾ അവർക്ക് കൂടുതൽ ഈ റസൂൽ പൂക്കുട്ടിക്ക് വാരിത്തേൽക്കുന്ന രീതിയിലേക്ക് വന്നത് കാരണം സത്യം തന്നെയാണല്ലോ. വീണ്ടും അവർ എന്നെ ഇരയാക്കിയിട്ട് സജന വന്നിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. ആ വീഡിയോ ഇടാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, റസൂൽ പൂക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്, എനിക്ക് ഈ സമയം ഒരു ഓഡിയോ കിട്ടുകയാണ്, ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ. ഈ ഓഡിയോ സജന തന്നെ റെക്കോർഡ് ചെയ്ത് റസൂൽ പൂക്കുട്ടിയും സജനയുമായി സജനയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ സുഹൃത്തുക്കൾ, ഇവരുടെ കൂടെ നിന്ന സുഹൃത്തുക്കൾക്ക് ഇവിടെ പണി കൊടുത്തായിരുന്നു, ഇവിടെ റസൂൽ പൂക്കുട്ടിക്കൂടെ. അത് കുറച്ച് പേരുണ്ട്, ആ പേരുകൾ പറയുന്നില്ല. അപ്പോൾ അതിൽ കുറേ പേര് എൻ്റെ സുഹൃത്തുക്കളാണ്. അങ്ങനെ നല്ല പണി അവർക്ക് വെച്ച് കൊടുത്ത് അവരുമായിട്ട് പിരിഞ്ഞ സമയത്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സജന അതിനകത്ത് കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി റസൂലിനുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ നേരെ ഇവർക്ക് അയച്ചു കൊടുത്തു. അവരതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതുള്ളതല്ല. അത് ഞാൻ അപ്പം ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് ഫിറോസിൻ്റെ സംസാരങ്ങൾ മാത്രമാണ്. കാരണം താനും സജിനയും ഇതിനിടയ്ക്കുള്ള റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ബന്ധത്തിൽ താൻ എങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യാമോ എന്ന് നോക്കിയതും സജിന വെച്ച പണികളും. എന്നാൽ ഫിറോസ് ഇപ്പോൾ പറഞ്ഞു വന്നത് റസൂൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള ഈ ബന്ധത്തിനെക്കുറിച്ച് ഒരു ഓഡിയോ ടേപ്പ് ഫിറോസിന് കിട്ടിയെന്നും ആ കിട്ടിയത് എങ്ങനെയാണെന്നുള്ള കഥ ഫിറോസ് ഇവിടെ പറയുകയാണ്. ഫിറോസിന്റെ ലക്കിന് കിട്ടിയിരിക്കുന്ന ഈ വീഡിയോ ഫിറോസ് പുറത്തു വിടുമെന്ന് ഒരു പക്ഷേ സജീന ഒരിക്കലും വിചാരിച്ചു കാണില്ല. ഇത് ശരിക്കും എന്താണ് നടക്കുന്നത്? ഒരു അവിഹിതം ഉണ്ടാക്കുക, എന്നിട്ട് അത് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുക, എന്നിട്ട് ഭർത്താവ് എന്ന് പറഞ്ഞ് മുൻ ഭർത്താവിനെ മാക്സിമം അപകീർത്തിപ്പെടുത്തുക. അത് കഴിഞ്ഞ് അയാളത് തെളിയിക്കാൻ നടക്കുകയാണ്. നാട്ടുകാർ എന്തൊക്കെ കാണണമോ എന്തോ. അപ്പം സജിന ഫിറോസ് എന്ന് അറിയപ്പെടുന്ന ബിഗ് ബോസ് താരത്തിലെ സജിനയുടെ ഈ കള്ളക്കളികളെ ഫിറോസ് പൊളിച്ചടക്കുന്ന വിധം നമുക്ക് വീണ്ടും ഒന്ന് കാണാം. നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഫിറോസിനെതിരെ തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാദിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. വലിയ പൈസ ചെലവുള്ള കാര്യങ്ങൾ. അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? ദൈവമേ, എന്തൊക്കെ കേൾക്കണം. ഇതുവരെ ഫിറോസിന്റെ വാചകോടി മാത്രമായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ഇപ്പോൾ ഇതാ ലൈവ് പൂക്കുറ്റിച്ചാട്ടനുമായിട്ട് സജന സംസാരിക്കുന്ന ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും സജിനയുടെ സൗണ്ടും പൂക്കുറ്റിച്ചാട്ടന്റെ സൗണ്ടും തന്നെയാണ് എന്ന്. അപ്പോൾ ഇതിൽ നേരിട്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ കള്ളഗർഭമാണെന്ന് പറഞ്ഞ സജിന ഇപ്പോൾ പറയുന്നത് ഞാൻ ഗർഭിണിയാണ് എന്ന്. എങ്ങനെയാണ് ഫിറോസ് അറിഞ്ഞത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഫിറോസിൻ്റെ അല്ല ഗർഭമെന്ന് മനസ്സാവാച ഫിറോസ് അറിഞ്ഞിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിരിക്കുന്ന ഫിറോസ് എന്ന് പറഞ്ഞ ഹിതഭാഗ്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോയുടെ നമുക്കിനിയും കാണാം. അതെ, ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്.
അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ദൈവമേ, ഇതൊരു കൊച്ചു പുസ്തകം വായിക്കുന്ന രസമാണല്ലോ ഈ കഥയുടെ ചുരുക്കം ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ വിട്ട ഭർത്താവിൻ്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇക്കാൻ്റെ കൊച്ചിനെ എനിക്ക് വേണമെന്ന് വെട്ടിത്തുറന്ന് പറയുന്നത്, അതിന് ഒരു ഉളുപ്പുമില്ലാതെ കേട്ടോണ്ടിരിക്കുന്ന പൂക്കുറ്റി ചേട്ടനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ആദ്യത്തെ ഗർഭമുണ്ടായി, ഗർഭം രക്ഷിക്കാൻ കാമുകൻ ഗുളിക മേടിച്ചു കൊടുത്തെന്ന് പറയുന്നു. കലക്കാനാണോ കൊടുത്തത് അതോ കൊച്ചു നല്ലതാകാനാണോ കൊടുത്തത് എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഏതായാലും ആള് പൊടിപൂരം, പറയാതിരിക്കാൻ ഒരു നിവർത്തി. ഇവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇനിയും ഗർഭത്തിന് ശേഷം ബാക്കി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ. കാരണം ഇനിയുള്ള പോയിന്റുകളൊക്കെ വലിയ വലിയ പോയിന്റുകളാണ് എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഗർഭത്തിന് ഒരു വട്ടം മാത്രമേ ആയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു തുടർക്കഥയാണെന്ന് തോന്നുന്നു. ഒരു വട്ടമായി പോയി, വീണ്ടും ആകുമോ എന്തോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ചേച്ചിയുടെ ബാക്കി വീഡിയോയുടെ ഒന്ന് കേൾക്കാം. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഈ ഭാഗം ഒന്നുകൂടെ കേട്ടു നോക്കൂ. എനിക്ക് തന്നെ പറയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായത്. ഇപ്പം ചുരുക്കം വന്ന പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. ഇത് പുരുഷ പീഡനം. പീഡിപ്പിച്ചിട്ടാണോ എനിക്ക് കൊച്ചിനെ ഉണ്ടാക്കിയതെന്ന് ഈ സ്ത്രീ ശബ്ദം അങ്ങോട്ട് ചോദിക്കുന്നു. ഇതിനിപ്പോൾ ആരെന്ന് പേര് പറഞ്ഞ് ഒരു അപകടം വിളിച്ചു വരുത്തണ്ട. സ്ത്രീ അങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങളെ ഞാൻ എടുത്തു വെച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആ ലെവലിലേക്ക് സംസാരം നീങ്ങിയിരിക്കുകയാണ്. ഇനിയും നമ്മൾ എന്തൊക്കെ കാണണമോ ആവോ. ദൈവമേ, ഇനി റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരത്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക്. അപ്പോൾ ഫിറോസ് മാത്രമല്ല പണി മേടിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം പാവം ഇതഭാഗ്യൻ പൂക്കുറ്റിയുമായി പോയി, പൂക്കുറ്റി പൊട്ടിച്ചതറി ആകെ പ്രശ്നമായി. ഇപ്പോൾ അതിൽ നിന്ന് തലയൂരാനും മേല ഇവര് വിടാതെ പിടിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഈ കേൾക്കുന്ന വർത്താനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇക്കാടെ കൊച്ചിനെ എനിക്ക് പ്രസവിക്കണമെന്നും ഇതിനെ ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും പറയുമ്പോൾ അങ്ങേ വശിക്കുന്ന പൂക്കുറ്റിച്ചേട്ടനാണെങ്കിൽ ആകെ വിഷമിച്ചു. പുള്ളി ഇതാരും അറിയാതെ ഒതുക്കി തീർക്കാൻ നോക്കുന്നു. ഇവര് ഇത് നാട്ടുകാർ അറിയാൻ വേണ്ടി തയ്യാറാക്കുന്നു. അപ്പോൾ ഈ അവസാനം പറഞ്ഞ വാക്കാണ് ഭയങ്കരം. ഇക്കാന്റെ ഭാര്യയോടും കൂടെ പറയണം. അതായത് ഇക്ക പോയി പൂക്കുറ്റി പൊട്ടിച്ചത് ഇക്കാന്റെ ഭാര്യയോട് പറയണം, അല്ല ഭാര്യയെ, ഞാനൊരു പൂക്കുറ്റി പൊട്ടിച്ചു, നീ അതുകൂടെ ഏറ്റെടുക്കണം എന്ന് പറയണമെന്നാണോ ഇവർ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇക്ക എന്ന് ഭാര്യയോട് പറയണമെന്ന് പറയുന്ന ഭാഗത്തോടു കൂടി വീണ്ടും നമുക്ക് ബാക്കിയും കൂടെ ഒന്നുകൂടെ കേൾക്കാം. ആണല്ലോ റസൂലിക്ക, നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ എനിക്ക് കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഇവര് എന്ത് സംസാരമാണ് സംസാരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവര് ഭാര്യയും ഭർത്താവ് അല്ല, കാമുകനും കാമുകിയും ആണെന്നിരിക്കെ തന്നെ എന്നാലും ഈ വിധ തറ സംഭാഷണമാണ് സംസാരിക്കുന്നതെന്ന് ഇപ്പോഴാണ് നാട്ടുകാർക്ക് ബോധ്യമായത് എന്നുള്ളത് വേറൊരു കാര്യം.
അതായത് കൊച്ചുണ്ടാക്കിയ കഥയാണ് നാട്ടുകാരെ അറിയിക്കുന്നത്. ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂക്കുറ്റി ചേട്ടനെ വട്ടം പിടിച്ചിരിക്കുകയാണ്. പൂക്കുറ്റിക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിൽ അവര് കുരുക്ക് മുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവര് രണ്ടാമതിട്ട വീഡിയോ സത്യമാണെന്നുള്ളത് ഈ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഗർഭം ഉണ്ടെന്ന് പറയുന്നതും അത് കഴിഞ്ഞ് പൂക്കുറ്റി എന്ന് കാലേ വീഴുകയും ചെയ്തിട്ടുണ്ട്. പൂക്കുറ്റിയോട് ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പൂക്കുറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ പൂക്കുറ്റി എന്ന് പറയുന്നുണ്ട്, നീ ഈ വീഡിയോ പിൻവലിക്ക്, എന്നെ നാണം കെടുത്തരുത്. പക്ഷെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതാണ് ബാക്കി ഭാഗത്തിലും കാണുന്നത്. നമുക്ക് ബാക്കി ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പോൾ ഇത് ചേച്ചിയുടെ രണ്ടാമത്തെയാണ് എന്ന് ചുരുക്കം. ആദ്യം ഒന്നായതാണ്, രണ്ടാമത്തെ ആയതാണ്. ഇനി ഇതൊക്കെ കൊച്ചുണ്ടായി കഴിഞ്ഞാണോ വേണ്ടത്? ചേച്ചിക്ക് പിന്നെ പ്രൊട്ടക്ഷൻ ഒന്നും വലിയ താല്പര്യമുള്ളതല്ല എന്നുമാണ് പറയുന്നത്. അത് ചേച്ചിക്ക് താല്പര്യമല്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കരുതോ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഇവരുടെ സംസാരം എവിടെ പോയി തീരുമോ എന്ന് ദൈവത്തിനറിയാം. കാരണം ഇത് ഒന്നിൽ ഇവരല്ലെന്ന് ഇത് സമർത്ഥിക്കണം. അപ്പോൾ ഇവരിത് പറയുന്നത് ഇവർക്ക് 2 പ്രാവശ്യമായി, 2 പ്രാവശ്യം പിള്ളേരായി, രണ്ടാമത്തെ പ്രാവശ്യവും കളയണമെന്ന് പൂക്കുറ്റിച്ചേട്ടൻ ഇവരുടെ വീട്ടിൽ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി കഥയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. കൊച്ചൂസ ലെവലിലുള്ള കഥയാണ് ഈ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാനത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പം നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് പേടിച്ച് ആ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. ദൈവമേ, ഇതിനിടയ്ക്കും പാവം അള്ളായെയും പിടിച്ച് ഇട്ടിരിക്കുകയാണ്. പൂക്കുറ്റിച്ചേട്ടനോ പെട്ടു. ഇനിയും പാവം ദൈവത്തിനെയും ഇടയ്ക്ക് വലിച്ചിട്ടിരിക്കുന്ന ഇവരോട് എന്താണ് പറയേണ്ടത്? ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചല്ല, നിങ്ങൾ വന്നുണ്ടാക്കിയതല്ലേ എന്ന രീതിയിലാണ് ഈ സ്ത്രീ ശബ്ദം സംസാരിക്കുന്നത്. അതായത് പുള്ളിക്കാരിക്ക് പൂക്കുറ്റിച്ചേട്ടൻ്റെ ഓസ്കാർ ലെവലിലുള്ള ഒരു കുട്ടിയെ വേണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ കാട്ടായങ്ങളൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം. പുള്ളിക്ക് എന്തായാലും 1-2 പോയി, ഇനിയെങ്കിലും എനിക്കൊരു ഓസ്കാർ കൊച്ചു വേണം എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരി ഇതിന് തയ്യാറായത് തന്നെ. അപ്പോൾ അത് പൂക്കുറ്റിച്ചേട്ടന് സമ്മതമല്ല, പക്ഷെ ഇവർക്കത് വേണം. ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുറ്റി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞേനെ. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അണ്ണ പൂക്കുറ്റി അണ്ണൻ പെട്ടുപോയി. കാരണം ഇവർ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന മാതിരിയാണ് പൂക്കുറ്റി അണ്ണനെ പിടിച്ചിരിക്കുന്നത്. അണ്ണൻ എങ്ങനെയും ഊരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അണ്ണൻ എന്നെ ഒപ്പിച്ചിട്ട് പോയതല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അത് എന്താ ചെയ്തതെന്ന് വരെ ഇവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര വിശാലമായി ഇവർ സംസാരിച്ചതിനെ പറ്റിയാണ് ഇനിയും ഫിറോസ് പറയുന്നത്. അപ്പോൾ ഫിറോസിൻ്റെ വാക്കുകളിലൊക്കെ നമുക്കൊന്ന് കടക്കാം. ഇപ്പോൾ ഈ കേട്ടത് ഇതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ കുറച്ച് സജിനയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു. കാരണം കുറേ അലിഗേഷൻസ് അവൾ പറഞ്ഞത് കാരണം എനിക്ക് അത് കൂടി പറയേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെ മറ്റു പലരെയും കൂടി സജിന ഇതിനകത്ത് കൂട്ടുപിടിച്ച്
കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. അവർ നിന്നു കൊടുത്തില്ല. പക്ഷേ അവരുടെ കുറച്ച് കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. ഞാൻ എന്തായാലും അവരുടെ പേരുകളും ഒന്നും പറയാതെ തന്നെ അത് പരാമർശിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുന്നോട്ടുള്ള ലൈഫ് കൂടെ പറയേണ്ടി വരും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ കഴിഞ്ഞ് സൂര്യ ടി വിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ബോയ്സിൻ്റെ സമയം മുതൽ ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഞാനുമായി ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കുട്ടി കുറച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള കുട്ടിയാണ്. അങ്ങനെ കോൺവെർസേഷൻ പുരോഗമിച്ച് പോകുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലാവുന്നു. അവസാനം അത് കല്യാണത്തിൽ രണ്ട് വീട്ടുകാരും അറിഞ്ഞത് കല്യാണത്തിലേക്ക് വരുന്നു. അതൊരു വലിയ ഫംഗ്ഷനായിട്ട് തന്നെയാണ് ആ കല്യാണം നടന്നത്. അന്ന് ആ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ റിലീജിയൻ അടിസ്ഥാനമാക്കി നമ്മുടെ മഹലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏറ്റവും ഭാഗ്യങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഫിറോസ് ഖാൻ ഈ കഥയുടെ ബാക്കി പിന്നീട് അറിയിക്കാമെന്നും എന്നാൽ ഇതിനു മുമ്പ് തൻ്റെ കുറച്ച് കഥകൾ കൂടി നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ് ഫിറോസിൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ള കഥകളാണ് വീണ്ടും പറഞ്ഞു തുടങ്ങുന്നത്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോഴും വീഡിയോയുടെ ലെങ്ത് കൂടിയത് കാരണം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ പൂക്കുറ്റിച്ചേട്ടൻ്റെയും ഫിറോസിൻ്റെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി ഇവരുടെ 3ാം പാർട്ടുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.